ഇത് സ്മാർട്ട് ഫോണിന്റെ ദുരുപയോഗം കൊണ്ട് പോലീസ് പിടിച്ച കഥ. അതെ. എന്നാൽ ഈ പോലീസിനെ കുറിക്കിയ ഒരു കഥ എൻ്റെ കയ്യിലുണ്ട്. അതെയോ? ആ, ഇപ്പം നമ്മൾ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഈ കാമുകിമാരുള്ളവര് കാമുകിയെ ഒന്ന് വിളിക്കും. എന്നാൽ ഈ കാമുകിയെ വിളിക്കുന്നത് മാറിത്തെറ്റി ഭാര്യയുടെ കയ്യിലെന്നും ചെന്നാലോ? ഇത് എത്രാമത്തെ കേസാടാ ഇത്? 14. ഇതുപോലെ ഒരു കേസ് ഒപ്പിച്ചിട്ട് ഒന്ന് 2 മാട്ട വീറും മേടിച്ചെന്നാൽ നിന്നെ അങ്ങ് രക്ഷപ്പെടുത്തുമെന്നാണോ ഞാൻ വിചാരം? ഇനി ഈ മാതിരി ഉടായ്പ കേസുമായിട്ട് വന്നിട്ടല്ല മുട്ടുകാലായിട്ട് ഞാൻ കൊന്നുകളെ തന്നെയാണ്. ഒഴിടാ ഒന്ന് എങ്ങനെയാലും രക്ഷപ്പെടുത്താൻ നടക്കുന്നു. ഒഴിച്ചോണ്ട് മര്യാദക്ക് നടന്നോണം. ഇടിച്ച് ഞാൻ അറിയാതെ നിൽക്കാം. ഒഴിക്കൂ. എടുക്കുന്നില്ലേ? എടുക്കണം. സാറിന് മുമ്പിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു. വെക്കടാ അവിടെ. ആര് പറഞ്ഞിട്ടാ എടുക്കാനത്? ഞാൻ ഓർത്ത് എനിക്ക് തന്നായിരിക്കും. എടുത്ത് തരാനാ പറഞ്ഞത്. നീ കള്ളൻ, ഞാൻ SI. SIയുടെ മുമ്പിൽ ഇരുന്ന് കള്ളു കുടിക്കുന്നു റാസ്കൽ. കൊന്നുകളെ ഞാൻ. ടച്ചിങ്സ് തീർക്കാൻ വന്നിരിക്കുന്നു. തൊട്ട് പോയക്കരുത് അതിനകത്ത്. എൻ്റെ ഒരു പഴയ കാമുകിയുണ്ട്, ഓൾഡ് ലൈൻ. അവളെ ഞാനൊന്ന് വിളിക്കാം. ലൗഡ് സ്പീക്കർ ഇടണേ. വെട്ടി പൊളന്നാളെ ഞാൻ. എൻ്റെ കാമുകിയുടെ ഒച്ച നിനക്ക് കേൾക്കണം അല്ലേടാ റാസ്കൽ? മിണ്ടിപ്പോകരുത്. ഹലോ ബിന്ദു. ഹലോ ബിന്ദു. ബിന്ദു അല്ലേ? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എത്ര വർഷം കഴിഞ്ഞാലും ബിന്ദുവിന്റെ ഒച്ച എനിക്ക് പിടികിട്ടത്തില്ലെന്നാണോ വിചാരിച്ചത്? പറ ബിന്ദോളെ. കുഞ്ഞുമോളെ, ഇന്നു മുതൽ നിന്നെ ഞാൻ ബിന്ദോളെ എന്ന് വിളിക്കും. ബിന്ദു. എനിക്ക് മനസ്സിലായി. അയ്യോ അല്ല, നിന്നെ തന്നെ ഞാൻ വിളിച്ചത്. ബിന്ദോള്. ഇന്നു മുതൽ നീ കുഞ്ഞോളല്ല ബിന്ദോളാണെന്നാണ് അണ്ണൻ ഉദ്ദേശിച്ചത്. വിശ്വസിക്കത്തില്ലേ? സത്യമായിട്ടും കുഞ്ഞോളെ കുഞ്ഞോളെ അല്ലെന്നാണല്ല. അയ്യോ, ഒഴിക്കണമെന്ന് ചതിച്ചല്ലോ എന്റെ സ്മാർട്ട് ഫോണ്. ഞാനിനി അവിടെ മുന്നിൽ എങ്ങനെ ചെന്നിരിക്കും? കാമുകിക്ക് വിളിച്ചപ്പോ ഭാര്യക്ക് കിട്ടിയല്ലേ? എനിക്കും പറ്റിയിട്ടുണ്ട് 2 പ്രാവശ്യം. ആണോ? എനിക്ക് ഇരിക്കുന്നു. കീഴടങ്ങണം. അടങ്ങി. കുഞ്ഞോളെ കുമ്പാരി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ നിങ്ങൾ ആരെ ഫോണിൽ വിളിച്ചത്? ആര്? ഈ ബിന്ദു. സത്യം പറഞ്ഞു, ഈ ബിന്ദു. അത് പിന്നെ നിന്റെ കുഞ്ഞുമോള് എന്നുള്ള പേര് പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു പഞ്ചില്ല. അതിന് ഞാൻ ഇന്നു മുതൽ നിന്നെ ബിന്ദുവിനെ വിളിക്കും. ആൾക്കാർ കാണും. ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ അങ്ങോട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് കൊള്ളും. വയ്യ. ഇറങ്ങി വരാൻ. ഞാൻ വരത്തില്ല.
ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ കുഞ്ഞുമോളെ നീ കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ഞാൻ നിന്നെ തന്നെയാണ് വിളിച്ചത്. എന്റെ ബിന്ദുമോളെ നീ പറയുന്നത് കേക്ക്. ബിന്ദുമോളെ ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ അല്ലല്ലോ അല്ലല്ലോ കുഞ്ഞുമോളെ കള്ളു കുടിച്ച പറ്റിയ കയ്യപ്പത്തമാണ് നീ ചോദിക്കേ. മക്കള് പേടിച്ചു പോയോ? അമ്മ അച്ഛനെ ഒന്ന് സ്നേഹിച്ചതല്ലേടാ. വിടാൻ പറ മോളിഞ്ഞു വാ. അച്ഛനെ ഏതോ ബിന്ദുമോള് വിളിക്കുന്നു. മദ്യലഹരിയിൽ പറ്റിയ ഒരു കയ്യബദ്ധമാണ്. നീ ഇത് ആവർത്തിക്കത്തില്ല. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്തും എന്തും സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം അതു ജീവിതം ഹലോ ചീരക്കാട്ടുപാറ എസ് ഐ അല്ലേ? അതെ, ചീരക്കാട്ടുപാറ എസ് ഐ ആണ്. സാറേ, എന്റെ ഭാര്യയെ സ്ഥിരമായിട്ട് ഒരാൾ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. അതിന് പരാതി പറയാനായിട്ട് വിളിച്ചതാ. പരാതി പറയാനോ? ആദ്യം ഞാൻ എന്റെ ഭാര്യയുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യട്ടെ, എന്നിട്ട് തന്റെ ഭാര്യയുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം കേട്ടോ. വെച്ചിട്ട് പോടോ. ദുഃഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു. അതേതായാലും നന്നായി. ഒരു നാട് വിറപ്പിച്ച എസ് ഐ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നിന്ന് വിറച്ചല്ലോ. സത്യത്തിൽ ഈ സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം ഒരു മാനസിക രോഗമാണോ? ആണ്. അതെ, മാനസിക രോഗമാണ്. അതെ. ഈ ഫോണിൽ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം നമുക്കിപ്പോൾ പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് കറക്റ്റാണ്. അതിനുള്ള സമയം നമ്മൾക്ക് കിട്ടുന്നില്ല. ഇല്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിന്റെ ബാറ്ററി ചാർജ് തീരുമ്പോൾ നമുക്കൊരുപാട് സൈഡ് കിക്ക് വിബ്രേഷനാണ്, ദേഷ്യമാണ് നമുക്ക്. അല്ലേ? അതെ, അതാണ്. വേറെ ചൊവ്വ ഇനി പറയാൻ പോകുന്നത് സ്മാർട്ട് ഫോണിന്റെ പുതിയ ഇരയെ കുറിച്ചാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും നിറഞ്ഞു നിന്ന ആ പുതിയ ഇര. ഇതുപോലുള്ള വീഡിയോകൾ പഠിച്ച് സോഷ്യൽ മീഡിയയിൽ പരത്തുന്ന ബിരുദന്മാരോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും? അവർക്കാണ് ഈ അവസ്ഥ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ സഹിക്കുമായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഒളിച്ചും പാത്തുവിരുന്ന് വീഡിയോ പിടിക്കുന്ന ക്യാമറമാന്മാരായ പകൽ മാന്യന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് കുറച്ച് കടുപ്പമാണ്. ഇതിനെ ആ ഷൂട്ട് ചെയ്തവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കഥയില്ല ചേട്ടാ. ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നവന്മാര് വിചാരിച്ചോണം ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം. അത് കറക്റ്റാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം സെൽഫി ആണല്ലോ സാർ ഹരം. അതെ. ഈ സെൽഫി എന്ന് പറയുന്നത് എനിക്ക് കണ്ടുകൂടാ. സെൽഫിയോട് ഞാൻ എതിരാണ്. സാർ ഇഷ്ടമല്ല? ഇല്ലല്ല. ഈ അടുത്ത സമയത്ത് ഒരു പയ്യൻ ഒരു പാമ്പിന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ നോക്കി, അവൻ അപ്പൊ തന്നെ മരിച്ചു. അതെങ്ങനെ മരിച്ചു? അവൻ ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പാമ്പ് വിഷം ക്ലിക്ക് ചെയ്തു. അത് കൊള്ളാമല്ലോ. ഈ സെൽഫി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മെനകെട്ട ഒരു സാധനമാണ്. അത് ഒരു സൈസ് മാനസിക രോഗമാണ്. അത് മാനസിക രോഗമാണെന്ന് പല രാജ്യക്കാരും തെളിയിച്ചു കഴിഞ്ഞു. അതെ. അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു കുഞ്ഞിനാണ്ട് ഇറങ്ങിയിരിക്കുന്നു, ഡബ്മാഷ്. ഏതേലും നടന്മാര് ഭംഗിയായിട്ട് അഭിനയിച്ചു വെച്ച ഭാഗങ്ങള് യവന്മാരെടുത്ത് മെനകേടാക്കി നശിപ്പിച്ച് കളയും. അത്ര വൃത്തികേടാക്കി കളയും അത്. എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇഷ്ടമല്ല? അല്ല, ഞാൻ ഇതിനൊന്നും മുന്നോട്ട് നിൽക്കുന്നവനുമല്ല. ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്കിത്. തീരെ താല്പര്യമില്ല. താല്പര്യമില്ല. എങ്കിൽ ഞാനൊരു ഡബ് സ്മാഷ് അങ്ങോട്ട് കാണിച്ചാലോ? ആയിക്കോട്ടെ, കാണാമല്ലോ.
അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു കുഞ്ഞിരാണ്ട് ഇറങ്ങിയിരിക്കുന്നു, ഡബ് സ്മാഷ്. ഡബ് സ്മാഷ്. ഏതേലും നടന്മാര് ഭംഗിയായിട്ട് അഭിനയിച്ചു വെച്ച ഭാഗങ്ങള് യവന്മാരെടുത്ത് മെനകേടാക്കി നശിപ്പിച്ച് കളയും. അത്ര വൃത്തികേടാക്കി കളയും അത്. എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇഷ്ടമല്ല. അല്ല, ഞാൻ ഇതിനൊന്നും മുന്നോട്ട് നിൽക്കുന്നവനുമല്ല. ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്കിത്. തീരെ താല്പര്യമില്ല. എങ്കിൽ ഞാനൊരു ഡബ് സ്മാഷ് അങ്ങോട്ട് കാണിച്ചാലോ? ആയിക്കോട്ടെ, കാണാമല്ലോ. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. എടാ പടുകുഴി ഫെർണാണ്ടസേ. പടുകുഴിയല്ല, പ്ലാക്കുഴി. തെറ്റിച്ചതല്ല, മനഃപൂർവ്വമാ. നീ പ്രാന്തിന്റെ ഡോക്ടറല്ല, നിനക്ക് പ്രാന്താടാ. വളരെ നന്ദി ഡോക്ടർ പ്ലാങ്കുഴി ഫെർണാണ്ടസ്. ഇനി വിളിക്കില്ല, വിളിച്ചാലും വരരുത്. വേറെ ചെവിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതുപോലെയുള്ള മെനകെട്ട അതിഥികളുമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ.